ഹായ്. ഐഡൻറ്റിറ്റി ടൊവിനോ തോമസ് ഇപ്രാവശ്യവും ന്യൂ ഇയറിന് ഹിറ്റടിച്ച് തുടങ്ങിയ ഐഡൻറ്റിറ്റി സിനിമ കുറച്ച് ദിവസമായി ഇത് ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ട് ഈ സിനിമയെപ്പറ്റി ഒരു പ്രമുഖ ചാനൽ അവരുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് 30 കോടി മുടക്കി 3 കോടിയാ മറ്റുള്ളൂ തിയേറ്റർ ഷെയർ. അതേപോലെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു. പുള്ളിയും പറഞ്ഞിരിക്കുന്നത് ഒരു സിനിമ മലയാള സിനിമയിലെ ഒരു സെക്കൻഡ് നായകൻ്റെ സിനിമ 4 കോടി ബഡ്ജറ്റ് പറഞ്ഞു, അവസാനം 30 കോടിയിൽ തീർന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഷെയർ കിട്ടിയിരിക്കുന്നത് 2.5 കോടിയോ 3 കോടിയോ മറ്റുള്ളതെന്ന് പറഞ്ഞു. ഈ രണ്ട് സിനിമയും ഒന്ന് തന്നെയാണ്. അപ്പോൾ എനിക്കിത് പറയാനുള്ളത്, ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സിനിമ, ഈ സിനിമ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെ ഓക്കെയാണ്, ലാസ്റ്റ് ക്ലൈമാക്സ് ഭാഗം ഓക്കെയാണ്. ഇത് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ. എനിക്ക് തോന്നുന്നു ഇത് പ്ലാൻ ചെയ്തതിനേക്കാളും ഡിലേ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഇടയ്ക്ക് ഒരു നല്ല രീതിയിൽ സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ കുത്തിക്കുറുക്കി എന്തൊക്കെയോ പരിപാടി കയറ്റി കാണുന്ന ആൾക്കാരെയും കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ കോസ്റ്റ് അവിടെയാണ് ഈ പോയിരിക്കണം തോന്നുന്നു. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് സിനിമ. അതാണ് സിനിമയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഓക്കെയാണ്. പടം നല്ല സിനിമ എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ എനിക്കറിയില്ല ഇത് ചില ആൾക്കാർക്കൊക്കെ ഇത് എങ്ങനെ ഇത് ഫീൽ ചെയ്യും എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ സിനിമ തിയേറ്ററിൽ പോസിറ്റീവ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. യൂട്യൂബേഴ്സും റിവ്യൂവേഴ്സൊക്കെ പോസിറ്റീവ് റിപ്പോർട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളക്ഷൻ അതിലേക്ക് എത്തിയില്ല. പിന്നെ ഇത് അത്രയും കളക്ട് ചെയ്യാനുള്ള ഒരു സംഭവം ഇതിനകത്ത് ഇല്ല. ശരിക്കും ഒരു അനാവശ്യമായ കോസ്റ്റ് ഇതിനകത്ത് പോയിട്ടുണ്ട്. അത് എനിക്ക് ഈ ക്ലൈമാക്സ് സീൻസിൻ്റെ കുറേ കോസ്റ്റും പിന്നെ ബഡ്ജറ്റും കയറിപ്പോയത്, പിന്നെ ഇവർ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കുറേ സീനുകളിനകത്ത് കയറ്റിയിട്ടുണ്ടെന്ന് തോന്നി. അത് കൺഫ്യൂഷൻ ആക്കണം. അത്രയും കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് ആവശ്യമില്ലായിരുന്നു. കുറച്ചും കൂടി ലെങ്ത്ത് കുറച്ച് ആ ഫസ്റ്റ് പാർട്ട് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ക്ലൈമാക്സിനെ കണക്ട് ചെയ്യുന്ന ഒരു മിഡിൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഈ ശരിക്കും സിനിമ വളരെ കൺവിൻസിംഗ് ആയിട്ട് ഒരു 2-2.5 മണിക്കൂർ അതിൽ കുറച്ച് സമയം എടുത്തിട്ട് പടം ഫിനിഷ് ചെയ്യായിരുന്നു. അപ്പം ഈ കോസ്റ്റും പോകത്തില്ലായിരുന്നു. കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ സാധിച്ചേനെന്ന് എനിക്ക് തോന്നി. ബട്ട് ഇപ്പോൾ പറയുന്നു ഓവറോൾ സിനിമ ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് തൃഷയുടെയൊക്കെ റോള് എത്രത്തോളം അത് ഈ സിനിമയ്ക്കകത്ത് ഒരു അൺഫെമിലിയർ ഫേസ് വേണമെന്നുണ്ടെങ്കിൽ തൃഷ തന്നെ വേണമെന്നില്ലായിരുന്നു. ഇനി അവരുടെയൊക്കെ കോസ്റ്റ് ആണെന്നറിയില്ല. പിന്നെ ടോവിനോ ഇതിൻ്റെ അഭിനയത്തിലേക്ക് വരുമ്പോൾ ടോവിനോ എന്തായാലും സൂപ്പറുമായിട്ടുണ്ട്. ടോവിനോ ഈ അടുത്ത സമീപകാലത്ത് ഈ മെത്തഡ് ആക്ടിങ് കൂടി പുള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുള്ളിക്ക് ആപ്പടെ ഇല്ലാത്തൊരു കാര്യം ആക്ടിങ് ആയിരുന്നു. പക്ഷേ പുള്ളി അതിനുവേണ്ടി നല്ല എഫർട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളിയുടെ ഫിസിക്ക് നമുക്കറിയാം. പുള്ളി ഏത് റോളും കറക്റ്റായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ഒരു ആക്ടറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പം മലയാള സിനിമയിലെ മിനിമം ഗ്യാരണ്ടിയുള്ള നടന്മാരിൽ ഒരാളാണ് ടൊവിനോ തോമസ്. പുള്ളിയുടെ ഏത് സിനിമയും വളരെ ഫ്ലെക്സിബിളാണ്, കൺവിൻസിങ് ആണ്. പിന്നെ ഇപ്പോഴത്തെ സിനിമയുടെ ഒരു രീതികൾ വെച്ചിട്ട് സീരിയസ് ആക്ഷൻ നോട്ട്സ് പിടിച്ചിട്ട് തന്നെയാണ് ചെയ്തു പോകുന്നത്. അതിൽ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ടൊവിനോ തോമസ് വളരെ സൂപ്പറുമാണ്. നിലവിൽ ഒരു ഭയങ്കര റേറ്റുള്ളൊരു നടൻ തന്നെയാണ്. ഞാൻ ശരിക്കും പുള്ളിയുടെ ഒരു സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് എന്തായാലും കാണാൻ ശ്രമിക്കാറുണ്ട്. അതിന് മിനിമം എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ സിനിമ കാണാൻ പറ്റിയില്ല, അത് അതിൻ്റെ സാഹചര്യം എങ്ങനെയാണ്. ഈ സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതാണ് ഈ സിനിമയുടെ കാര്യം തോന്നി. 30 കോടി ബഡ്ജറ്റിലുള്ള സിനിമ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. പടം എന്തൊക്കെയോ കുറേ കാണിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ പടം ഓക്കെയാണ്, രസമുണ്ട്.